എന്താ ചേച്ചി ഇലക്ഷൻ കാര്യം ഓർത്ത് ടെൻഷനിലാണോ? എനിക്കൊരു ടെൻഷനുമില്ല. എന്റെ പ്രിയപ്പെട്ടവൻ ജയിക്കൂന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എനിക്കെന്തിനാ ടെൻഷൻ? അല്ലേ ഋതുമോളെ? അതെ, ഋതുമോളുടെ കയ്യിലായിരുന്നല്ലോ ഈ മുന്നണിയുടെ ചുക്കാൻ. അത് തന്നെയാ ഇവൾക്ക് ഈ ടെൻഷനും. ടെൻഷന്റെ കാരണമേ വേറെയാ. എന്ത് കാരണം? അതിപ്പോ മുന്നണി ജയിച്ചു കഴിഞ്ഞാ പിന്നെ മന്ത്രിസഭ രൂപീകരിക്കണ്ടേ? ആരെയൊക്കെ മന്ത്രിയാക്കണം എന്ന കാര്യം ഓർത്താ ഋതികയ്ക്ക് ഈ ടെൻഷൻ. അല്ലേ അല്ലേ ഋതുമോളെ? അതോ ഇനി വേറെ എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഇലക്ഷനല്ലേ, ജനം എങ്ങനെയാ ആർക്കൊക്കെയാ വോട്ട് ചെയ്യുന്നത് ദൈവത്തിന് മാത്രം അറിയാം. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ചേച്ചിക്ക് നല്ല കോൺഫിഡൻസാ, കൂളായിട്ടല്ലേ നിൽക്കുന്നത്. എനിക്ക് കോൺഫിഡൻസ് തന്നെയാ പ്രതാപ. ഈ ഇലക്ഷനെ വിജയം എനിക്കാ. അല്ല, നമുക്ക് അനുകൂലമായിരിക്കും. ചേച്ചിയുടെ അനുഗ്രഹവും പ്രാർത്ഥനയോ എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. ചേച്ചി ചോര കുടിക്കാൻ നടക്കുന്ന യക്ഷിയാണെന്ന് ആ പാവ അനിയനുണ്ടോ അറിയുന്നു. എടി, നീ ചെന്ന് പറഞ്ഞു കൊടുക്കടി അവനോട്. പറയാൻ പ്രതാപേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? മനസ്സിലായല്ലോ, അതാ ഈ അംബികാവർമ്മയുടെ വിജയം. നിക്കടി എന്റെ ചക്കരെ, അമ്മായിയുടെ പുന്നാരയ്ക്ക് പോകാൻ എന്താ ഇത്ര തിടുക്കം? ഇങ്കു കുറുക്കി കുടിക്കാൻ നേരായോ? അതോ ഇനി പാപ്പം കഴിച്ചനോ? മതി കുട്ടി ഇറിറ്റേറ്റ് ചെയ്ത്. നാളെ നിനക്ക് ജന്മം തന്ന അച്ഛന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. ഒരു വെള്ളിടി വെട്ടിയായിരിക്കും നിങ്ങളുടെ അന്ത്യം. ദൈവം കാണുന്നുണ്ടെല്ലാം. വാ മോളെ. ടെൻഷനോ? എന്തിന്? കഴിഞ്ഞ ഓരോ തവണ ഇലക്ഷൻ റിസൾട്ടിന്റെ തലേന്നും രാത്രിയിൽ എങ്ങനെയായിരുന്നോ അതേ മനോഭാവത്തിൽ തന്നെ ഞാൻ ഇപ്പോഴും. താൻ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കടോ. ശരി, ഞാൻ വിളിക്കാം. പവിത്രയെ വിളിച്ച് സംസാരിക്കണം. ഇനിയും ലേറ്റായി കോൾ ചെയ്യുന്നത് ശരിയല്ല. ചേച്ചി ചേച്ചി. എന്താ സുജാതെ, നീ എന്തിനാ ബഹളം വെക്കുന്നേ? വർമ്മ സാറിന്റെ കോളാ. ഇങ്ങത്താ വർമ്മ സാർ. ആ പവിത്ര, എന്തെങ്കിലും തിരക്കിലായിരുന്നോ? അല്ല സാർ, പറഞ്ഞോളൂ. ഇലക്ഷൻ റിസൾട്ടിന്റെ ടെൻഷൻ ആയിരിക്കും അല്ലേ? ഹേയ്, എന്ത് ടെൻഷൻ? ഈ ചോദ്യം ശരിക്കും കുറഞ്ഞൊരു 100 തവണയെങ്കിലും ഞാനിന്ന് കേട്ടതാ. എന്നിട്ട് അവരോടൊക്കെ സാർ എന്ത് മറുപടിയാ പറഞ്ഞേ?